അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. കറിൻ്റെ ടെക്സ്ചർ നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഇതിലെ എയർ വരും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതുപോലെ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അപകടമാണ്. അപ്പോൾ ഇനി ഇതാദ്യം ഫുൾ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വേകുമ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമായ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാം. സോസ് പാൻ വെച്ചിട്ടുണ്ട്. സോസ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഴിയുന്നത് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ ഓയിലും പറ്റും. ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിയതിന് ശേഷം തീയൊന്ന് ചെറുതാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ നേർങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നല്ല ഒരു ഷേപ്പാക്കി തന്നെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി 5-6 അല്ലി വെളുത്തുള്ളി ചെറുങ്ങനെ മുറിച്ചത് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മീഡിയം സൈസ് ഉള്ളി വളരെ ചെറുതായിട്ട് ചെറുങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് ബ്രൗൺ ചെയ്തെടുക്കാം. നന്ന ബ്രൗൺ ആണ്ട, ഉള്ളിയുള്ള ഒന്ന് ഉടഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഒന്ന് ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 4 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിന്. ഞാൻ കുക്കർ തുറന്ന് നോക്കാം. ഗ്രീൻ പീസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ആ വേവിച്ച് ഗ്രീൻ പീസിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ ഗ്രീൻ പീസ് വേവിച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലവർക്ക് ഇളക്കി യോജിപ്പിക്കുക. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്, അതും നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ട് അരച്ച് വെച്ച ഗ്രീൻ പീസിൻ്റെ പേസ്റ്റ് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു കട്ടി കിട്ടും ഗ്രീൻ പീസ് കറിക്ക്. ഇങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ അരച്ചൊഴിച്ച് കൊടുത്താൽ. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇത് പത്തിലിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലൂസാണെങ്കിൽ ലൂസുള്ള തേങ്ങാപ്പാലാണെങ്കിൽ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയൊരു ഇങ്ങനെ കുമ്പള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ നല്ല കട്ടിയെല്ലാം ഉണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളെ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും 1 പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് വെക്കുക.
ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.